ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ കുറേ നാളായില്ലേ നിങ്ങളുടെ അടുത്തേക്ക് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളോട് കുറച്ച് സംസാരിക്കാം. ഞാൻ എൻ്റെ ക്ലാസ് വിട്ട് വരുന്ന വഴിയാണ്. ആക്ച്വലി ഞാൻ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ സംസാരിച്ചുകൊണ്ടാണ് വന്നത്. എനിക്ക് ആ വോയിസ് ഇടാനായിരുന്നു ഇഷ്ടം. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, എനിക്കൊരു നല്ല വെയിറ്റുള്ളൊരു ബാഗ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ കുറച്ച് നടന്ന് കിതയ്ക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വോയിസ് ഡിസ്റ്റർബ്ഡായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ വോയിസ് വേണ്ട, ആ സൗണ്ട് റെക്കോർഡ് ചെയ്തത് വേണ്ട, ഞാൻ വേറെ കുറച്ച് എടുത്തിടാമെന്ന് വിചാരിച്ചു. പക്ഷെ അതായിരുന്നു ശരിക്കും ഞാൻ ആക്ച്വലി നിങ്ങളോട് സംസാരിച്ച വീഡിയോ. പക്ഷേ ഇതിപ്പം എഡിറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. എന്നാലും കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് നിങ്ങളുടെ മുന്നിലേക്കൊരു വീഡിയോ കൊണ്ടുവരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു ആക്ടിവിറ്റീസും ചെയ്യാതെ നമ്മളുടെ ഒരു ലൈഫ് പ്രാരാബ്ധമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നുമ്പോൾ നമ്മൾ സ്റ്റിൽ അലൈവ് ആണോ എന്ന് വരെ ഒരു ഡൗട്ട് തോന്നും. അപ്പോൾ എന്തുകൊണ്ടാണ് കുറേ നാളായിട്ട് വീഡിയോ ഇടാതെ എന്ന് വെച്ചാൽ, സമയം തികയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് മാത്രം 24 hours ഒന്നും ഇല്ലേ, എന്തെങ്കിലും കുറവുണ്ടോ? ബാക്കി എല്ലാവർക്കും 24 hours ഉണ്ട്, എനിക്ക് മാത്രമേ സമയക്കുറവ് വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം തിരക്ക് പിടിച്ച ദിവസങ്ങളൊക്കെ ആയിരിക്കും ചില ദിവസമൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു സിമ്പിൾ വീഡിയോ ആണെങ്കിൽ പോലും എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും സമയം കിട്ടാതെ ഇരുന്നത്. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഒക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഈ സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെയൊന്നും കുറേ നാൾ ഒരു ഡൗൺ ആയിട്ടിരിക്കേണ്ടി വന്നത്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? നിങ്ങളുടെ ലൈഫൊക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മഴയൊക്കെ തുടങ്ങി, മഴയുടെ സീസൺ തുടങ്ങി, വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തു. സാധാരണഗതിയിൽ എനിക്ക് ഈ വിൻ്റർ സീസൺ ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തണുപ്പ് അങ്ങനെ അങ്ങോട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഈ സമയത്തൊക്കെ മഴയാവാറാണ് പതിവ്. പക്ഷെ ഇന്ന് മഴയില്ല, കുറച്ച് മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പം ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകാനൊക്കെ പറ്റിയത്. പക്ഷെ മഴയായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ളൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വീട്ടിലൊക്കെ ഓരോരുത്തർക്കൊക്കെ ഫ്ലൂ ഒക്കെ വന്നു പോയി. എനിക്കും ചെറിയതായിട്ട് കോൾഡൊക്കെ വന്നു. പക്ഷെ കോൾഡ് വന്ന ഉടനെ തന്നെ, സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഞാനതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ അധികം തണുപ്പൊന്നും അടിക്കാതെ സൂക്ഷിച്ചു. നല്ല ചൂടുള്ള ഫുഡ് മാത്രം കഴിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പം കോൾഡ് വന്നത് ഒന്ന് താന്നിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. വരാതിരിക്കട്ടെ. കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് പോയി കിട്ടാൻ ഇത്തിരി പാടാണ് എന്നെ സംബന്ധിച്ച്. എനിക്ക് തണുപ്പ് തീരെ അങ്ങോട്ട് പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഒട്ടും പുറത്ത് പോയിട്ട് ഒന്നും എൻജോയ് ചെയ്യാനൊന്നുമുള്ള ഒരു സിറ്റുവേഷനൊന്നും കിട്ടിയില്ല. ബിസി ലൈഫായിട്ട് അങ്ങനെ പോവായിരുന്നു. പക്ഷേ എന്നാലും ഞാനിങ്ങനെ നടന്നു പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടുത്തെ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇവിടുത്തെ ഒരു കോഴ്സിൻ്റെ ആ ഒരു ടൈമൊക്കെ തീർന്നു. എനിക്ക് തിരിച്ചു പോകാറായി. അപ്പോൾ എനിക്ക് വളരെയധികം ഈ ഒരു അറ്റ്മോസ്ഫിയറും എന്താ പറയുക, ഈ ഒരു സീനൊക്കെ എനിക്ക് വളരെയധികം മിസ് ചെയ്യും. വളരെ ഇഷ്ടമാണ് ഈ ഒരു ലുക്കും, ഈ പുറത്തിറങ്ങിയാൽ നമ്മൾ കാണുന്ന ഈ കാഴ്ചകളും, നാച്ചുറലായിട്ട് കാണുന്ന ഈ കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് മിസ്സാവും. അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ? നമുക്ക് എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കാൻ പറ്റണമെന്നില്ലല്ലോ. പിന്നെ ഈ വിൻ്റർ സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മരങ്ങളുടെ ഇലകളൊക്കെ പഴുത്ത് എല്ലാം കൊഴിഞ്ഞു പോകും. പിന്നെ കമ്പ് മാത്രമായിട്ട് നിൽക്കുന്നതാണ്. നിൽക്കുന്ന മരം കണ്ടില്ലേ,
അത് കാണുമ്പോൾ അതിൽ നിറയെ ഫ്രൂട്ട്സാണ് എന്ന് തോന്നും, അല്ലെങ്കിൽ പൂക്കളാണെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ ഇലകൾ പഴുത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പഴുത്ത ഇലകൾ കൊഴിഞ്ഞു പോയിട്ട് കമ്പ് മാത്രമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടുന്ന് വിട്ടുപോകേണ്ട സമയമൊക്കെ ആയി. ഇനി വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ജോബ് സെർച്ച് ചെയ്യണം. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമുക്ക് യൂറോപ്യൻ കൺട്രീസിലൊക്കെ വിസ കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ. അതുമാത്രമല്ല, എൻ്റെ ഏജും ഓവറായി. അതിനിടയിൽ വേറൊരു കാര്യം കണ്ടോ, 5 മണിയൊക്കെ ആയിട്ടുള്ളൂ ഇവിടെ. പക്ഷെ അപ്പോഴത്തേക്ക് ഇതേ ചന്ദ്രനൊക്കെ വന്നു. അപ്പോൾ വേറെ ജോബൊക്കെ അന്വേഷിക്കുന്ന ഒരു തിരക്കിലാണിപ്പം. അത് ചിലപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ആവാം, എവിടെയാണ്, ഔട്ട് ഓഫ് ഇന്ത്യ. കുറച്ചും കൂടി നമ്മൾ ഫിനാൻഷ്യലി ആയിട്ട് സെറ്റിൽ ചെയ്യുന്ന എവിടെയെങ്കിലും ആണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഏജ് കുറച്ച് കൂടി വരുന്നു. ഇനി ഒരുപാട് നാൾ വർക്ക് ചെയ്യാനൊന്നും ഹെൽത്ത് നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉള്ള സമയം കൊണ്ട് നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളത് സേവ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കത് ഔട്ട് ഓഫ് ഇന്ത്യ എവിടെയെങ്കിലും നോക്കുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ പോകണം. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കും, അതിന് എഫേർട്ട് ഇടും, എന്തൊക്കെയോ നടക്കും, കുറേ കാര്യങ്ങളൊന്നും നടക്കാതെ പോകും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മളുടെ ലൈഫ്. പക്ഷെ എന്നാലും നമ്മൾ ലാസ്റ്റ് മൊമെൻ്റ് വരെ നമ്മളെ എക്സ്പെക്റ്റേഷൻ വിടാതെ നമ്മളതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഈ പക്ഷികളൊക്കെ ചേക്കേറുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നു. കാരണം അവിടെ നിന്നൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ തിരക്കൊക്കെ ഏതാണ്ടൊക്കെ ഒതുങ്ങിയിരിക്കുകയാണ്. പിന്നെ വീട്ടിൽ ചെല്ലണം, ഒന്ന് ഫ്രഷ് ആവണം, ടീയോ സ്നാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. പിന്നെ നാളത്തേക്കുള്ള ചെറിയ ചെറിയ പ്രിപ്പറേഷൻ, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ തിരക്കുകളൊക്കെ അവസാനിക്കും. ടീ ഞാൻ അങ്ങനെ കുടിക്കാറില്ല. എനിക്ക് ഇപ്പോൾ കോഫിയെ കുടിക്കാൻ പറ്റുള്ളൂ. ടീ എനിക്ക് പൊതുവേ തണുപ്പാണ്. ടീ കഴിച്ചാൽ ഉടനെ, ഞാനൊരു ടീ ലവറായിരുന്നു. ടീ കഴിച്ചാൽ എനിക്ക് ഉടനെ ഒരു കോൾഡിൻ്റെ പ്രോബ്ലം വരുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ടീ കംപ്ലീറ്റായിട്ട് ഒഴിവാക്കി കോഫിയിലേക്ക് കൺവേർട്ടായി. പിന്നെ ഇവിടെ ആയതുകൊണ്ട് നല്ല കോഫി കിട്ടും. നല്ല നെസ്കഫേയുടെ കോഫി കിട്ടും. പിന്നെ വേറെ വേറെ ബ്രാൻഡുകളുടെയൊക്കെ നല്ല കോഫി കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള കോഫിയാണ്, നല്ലൊരു ഫ്രാഗ്രൻസൊക്കെയാണ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ കോഫി ഇഷ്ടമാണ്. അതുപോലെ തന്നെ നാട്ടിലെ ബ്രൂ കോഫി കുടിക്കാനും എനിക്കിഷ്ടമാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം വീടെത്താറായി. അപ്പം ഇനിയും കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെയും വിശേഷങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെയൊക്കെ എനിക്ക് അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഇനി അടുത്ത വീഡിയോ ഇടാൻ എനിക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് അറിയില്ല. കാരണം അത് അപ്ലോഡ് ചെയ്യുകയൊക്കെ വേണ്ടേ. അപ്പോൾ അതിനൊക്കെ കുറച്ച് സമയം വേണമല്ലോ. എപ്പോഴാണ് കിട്ടുകയെന്ന് അറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.